ചേട്ടൻ ഉറങ്ങാൻ കിടക്കുകയാണ്. അതിന് ഞാനെന്താ താരാട്ട് പാടണം? ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ. ചേട്ടൻ ഞെട്ടി ഉണരുന്നു. ചേട്ടനൊന്നും ഞെട്ടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറയൂ. എന്താ കുസുമം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുസുമത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും സ്നേഹമുള്ള ഒരു ചേട്ടമ്മയെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണം. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ പോരാഞ്ഞിട്ടാണോ നീ ഈ പറയുന്നതൊക്കെ? പരിഹാസത്തിന് ഒരു അതിരുണ്ട്. പരിഹസിക്കുന്ന ഞാനല്ല, നാട്ടുകാരാ. നാട്ടുകാരോ? നാട്ടുകാരെന്നെ എന്തിന് പരിഹസിക്കണം? അതും ഞാൻ തന്നെ പറയണോ? നിങ്ങളുടെ ഭർത്താവിന് ബുദ്ധിസ്ഥിരത ഇല്ലാതായിട്ട് കൊല്ലം 3 കഴിഞ്ഞു. ഇനിയും അത് ഭേദമാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യാം. എന്റെ ഭർത്താവ് നിന്റെ ചേട്ടനല്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഓ, ഞാൻ സംസാരിക്കുന്നതാണ് തെറ്റ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതല്ല. വിശ്വേട്ടന്റെ കാലം കഴിഞ്ഞിട്ട് വല്യേട്ടന്റെ ഭാര്യയാകാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന ആളുകൾ പറയുന്നത്. അത് ഏതാണ്ട് ശരിയാ. അതുകൊണ്ടല്ലേ ഇവിടുന്ന് പോകാതെ കയറി കിടക്കുന്നത്, മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ. വിശ്വം, പേടിക്കണ്ട, ഞാനാണ്. അയ്യോ, ഐ ആം വെരി സോറി. ചെക്ക് മാറാനാണെങ്കിൽ ഇന്ന് ക്ലിയറൻസ്. റിസർവ് ബാങ്ക് സമരത്തിലാണ്. നാളെ എന്നെ എന്തിനാ കെട്ടിയിരിക്കുന്നത്? മാലതി, മാലതി, വിശ്വന. മാലതി, ജീവിതത്തിൽ പലപ്പോഴും കരയേണ്ടതായി വരും. ജീവിതം തന്നെ കരച്ചിലായാലോ? വിശ്വനെ ചികിത്സിക്കാൻ ഞാനുണ്ട്, ശുശ്രൂഷിക്കാൻ നീയും. ഒരു കാര്യം തീർച്ചയാണ്, എന്റെ അനുജനെ ഞാൻ രക്ഷപ്പെടുത്തും. നീ എങ്ങോട്ടാ പെട്ടിയും കൊണ്ട്? പെട്ടിയും കൊണ്ടാ ഞാൻ വന്നത്. കോളേജിലേക്കായിരിക്കും. അതെ. എന്താ ഇത്ര പെട്ടെന്ന്? ഇവിടുത്തെ ഭരണക്കാർക്ക് ഞാനൊരു ശല്യമാണ്. വരുമ്പോഴൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട് നീ മടങ്ങും. ഇനി വരാതിരിക്കാൻ വേണ്ടി എല്ലാരും കൂടി പ്രാർത്ഥിക്കണം. ഉസ്മേ, യു ആർ ഗോയിങ് ടു ഫാർ. വാത്സല്യവും ലാളനയും കൂടെ കൂടിപ്പോയി. നാക്കെടുക്കാൻ തോന്നിയ ആ സമയം പറയും. മറ്റു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണല്ലേ നീ? നിൽക്കൂ, എഴുതി നിൽക്കാൻ. ഇവിടെ വരൂ. പെട്ടി താഴെ വയ്ക്കൂ. എത്ര മണിക്കാണ് നിന്റെ ബസ്? 2:30. നീ ഊണ് കഴിച്ചോ? എനിക്ക് വിശപ്പില്ല. എന്നാലേ വിശപ്പ് വന്ന് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി, മനസ്സിലായോ? കുസുമ, എന്താ ഇത്? മസൂരി. അല്ലല്ല, അപസ്മാരം. വിഷമിക്കണ്ട, ഞാൻ ചികിത്സിച്ചോളാം. ഓ, അത് ശരി. ചേട്ടൻ ഡോക്ടർ ആയോണ്ടായിരിക്കും. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം. കുഞ്ഞിന്റെ നാളെന്താ? 918. അയ്യോ എന്റെ ദൈവമേ, നിന്റെ കൂട്ടുള്ള പെൺപിള്ളാരോട് സംസാരിക്കണമെങ്കിൽ കയ്യിൽ 2 സാധനം വേണം. ഒരു കൈ നീതിസാരം, മറ്റേ കൈ ചാട്ടവാറ്. അതെ അതെ, പ്രാന്ത് പിടിച്ച കൊരങ്ങ് കള്ളു കുടിച്ചു, കൂടെ തേളും കടിച്ചു. എന്താ സ്ഥിതി? ഇത് തന്നെ. ഇവിടെ ആ കസേര എടുത്തു വയ്ക്കാൻ. പുസ്തകം എടുത്ത്. ആ ലക്ഷ്മിയാരത്തെ കൂടെ നിന്റെ കൂടെ താമസിപ്പിച്ചില്ലായിരുന്നല്ലേ? എന്തായിരുന്നു ഗതി? ഒത്തിരി ക്ഷീണിച്ചാണ് അല്ലയോ? അകത്ത് എന്ന് ഒരു ചായ എടുത്ത് കുടിച്ച് ഒരു നല്ല ചായ എനിക്ക് കൊണ്ട് ചെല്ലേ. മാറ്റൂലൊരു മണ്ണാങ്കട്ടിയില്ല. നിങ്ങൾ സാർ പത്രം ഇറക്കുന്നു. ആ ഇക്കണക്കിന് താൻ പത്രം ഇറക്കാതിരിക്കുക നല്ലത്. സാർ അലോഹ്യത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതി തരുന്ന മാറ്റം വള്ളിപ്പുള്ളി മാറ്റം വരുത്താൻ പാടില്ലെന്ന്. ഞാൻ വള്ളിയും പുള്ളിയും ഒന്നും മാറ്റിയില്ല സാർ. വള്ളിയും പുള്ളിയും ഒന്നും മാറ്റിയില്ല, ഹെഡിങ് തന്നെ മാറ്റി. താനൊന്ന് വായിക്കാം.
ഇവിടെ വായിക്കാൻ. കോളേജ് കുമാരിയുടെ പാവാടയിൽ രക്തം. ഇവിടെ വായിക്കാൻ. തിരു 13 ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് വിമൻസ് കോളേജിന്റെ മുൻവശത്തുള്ള റോഡിൽ ഒരു പെൺകുട്ടിക്ക് സ്കൂട്ടർ ഇടിച്ച് പരിക്ക് പറ്റിയിരിക്കുന്നു. ഇതിന് ഞാൻ തന്ന ഹെഡിങ് എന്തായിരുന്നു? റോഡ് വിപത്തുകൾ വർദ്ധിക്കുന്നു എന്ന്. താൻ അത് മാറ്റി കോളേജ് കുമാരിയുടെ പാവാടെ രക്തമെന്നാക്കി. വിട്ടുക്കൻ. എന്റെ പൊന്ന് സാറേ, നിങ്ങളെല്ലാം പഴയ 18ാം നൂറ്റാണ്ടുകാരാ. ഈ റോഡ് അപകടവും ആത്മഹത്യയും ഒന്നും ഇവിടെ പുതുമയുള്ള കാര്യങ്ങളല്ല. ഞാൻ കൊടുത്ത ഈ ഹെഡിങ് കാരണം ഇന്നലെ 1000 പൂവാലന്മാരെങ്കിലും നമ്മുടെ പത്രം പുതുതായി വാങ്ങി വായിച്ചിട്ടുണ്ട്. ഏതായാലും വൃത്തികെട്ട ഈ പുതുമയൊന്നും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം വേണ്ട. പോണം. ഹലോ, യെസ്, ശിവൻകുട്ടി ഹിയർ. അരെ മാലതിയോ? അത് ഞാൻ വൈകിട്ട് വരാം. ആ, വിശേഷമൊന്നുമില്ല. ഓക്കെ. മാലതി എന്തിനാ എന്നെ വിളിച്ചത്? എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താണ്? ഇവിടെ താമസിച്ചാൽ വിശ്വന്റെ രോഗം മാറില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോന്നു? അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അമ്മാവനെയും ചേട്ടനെയും നിർബന്ധിച്ച് വിശ്വനെ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വിടാൻ ശിവൻകുട്ടി സഹായിക്കണം. മാലതിയുടെ വീട്ടിലേക്കോ? അതെ, അല്ലെങ്കിൽ എന്റെ വിശ്വം മരിച്ചു പോവും. സഹായിക്കും പ്ലീസ്. മാലതി എന്താ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശിവൻകുട്ടി എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇരിക്കൂ. ചേട്ടാ, എന്താ ശിവൻകുട്ടി? മാലതി ഒരു കാര്യം പറയാനാ എന്നെ വിളിച്ചത്. എന്താണ്? വിശ്വത്തിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ ചേട്ടൻ അനുവദിക്കണം. പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? അറിയില്ല. മാലതിക്കും അവളുടെ വീട്ടുകാർക്കും വിശ്വത്തിനോട് തോന്നുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം ഞങ്ങൾക്ക് അവനോടുണ്ട്. അതറിയാഞ്ഞല്ല. അതുകൊണ്ട് മാലതിക്ക് മാനസികമായിട്ട് അല്പം ആശ്വാസം കിട്ടുന്നെങ്കിൽ. ഇംപോസിബിൾ. ശിവൻകുട്ടിക്കറിയാം, എന്നും എന്റെ സഹപ്രവർത്തകന്മാരുമായും സീനിയേഴ്സുമായും അവന്റെ സൂക്കേടിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. മെഡിസിൻസ് എത്ര വില കൂടിയതാണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ അനുജനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. പോകേണ്ടവർ പൊയ്ക്കൊള്ളട്ടെ.
എന്താ മതി എന്താ? ഒന്നുമില്ല, എന്തോ പേടി സ്വപ്നം കണ്ടതാ. വെറുതെ ആദ്യമേ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ടാ കിടന്നുറങ്ങിക്കോളൂ. വേണമെങ്കിൽ ആ വേലക്കാരി കൂടെ വിളിച്ച് ഇതിനകത്ത് കിടത്തി.